of students as well as teachers that all of us can equally connect. Thank you so much. Children, as you all have seen the video, we were all once children only, right? And sometimes the child in us just bursts out and you make us grow. And sometimes we become children again with you all. Happy Children's Day once again. Now, get ready to be enthralled by our staff's dramatic rendition, showcasing the triumphs and tribulations of childhood, reminding us that play is the highest form of research, quote by Albert Einstein. Now, let's sit back and enjoy. Thank you. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. പാൽസരണികളിൽ കാൽസരമഴകൾ, കൊടികളിൽ പനിമണികൾ. പാൽസരണികളിൽ കാൽസരമഴകൾ, കൊടികളിൽ പനിമണികൾ. എന്റെ പൊന്നനിൽ സാർ, ആരാണ് നമ്മുടെ ആ ഓഡിയോ സിസ്റ്റത്തിന്റെ അടുത്തിരിക്കുന്ന? സുനിൽ സാറാണോ? ഞാൻ പറഞ്ഞതാണ്, ഈ പാട്ടല്ല നമ്മൾ വേണ്ടാന്ന് വെച്ച് കട്ട് ചെയ്തില്ലേ, മറ്റേ ഓഡിയോ ഇടാൻ പറ. ഞാൻ പറഞ്ഞ സൂരജിനോട് ഞാനൊന്ന് പറയാം. എന്ത് സൂരജ് ഇത് ഒന്നും പറഞ്ഞൊക്കെ പറയൂ സാർ. സൂരജ് ഇങ്ങോട്ട് നോക്ക്. മാറ്റിയിട്. അതല്ല മറ്റേത് നമ്മൾ പറഞ്ഞത് മാറ്റും. മാറ്റാം സാർ, മാറ്റാം. ഓക്കെ. എന്റെ എല്ലാം പോയേ, ഞാനിതെങ്ങനെ സഹിക്കും? ഞാനോ പോയേ. എന്തിനു ചേച്ചി? ആ ചേച്ചി മരിച്ചത് നേറ്റിങ്ങരയിലെ സാക്സ മകനാ? അല്ല, പോയി അവിടെ. എന്റെ എല്ലാം പോയി. നീ പറ, ചുമ്മാ കിടന്ന് കരയാതെ. കാര്യം പറ, മനുഷ്യനെ പേടിപ്പിക്കാൻ. നീ കുറച്ച് വെള്ളം ഇങ്ങെടുക്കും വേഗം. പോയി, എല്ലാം പോയി. ഞാനിത് എങ്ങനെ സഹിക്കും? അപ്പുറത്തെ വീട്ടില് ഫുട്ബോൾ തട്ടാൻ പോലും അറിയാത്ത ഉപേക്ഷിട്ട റീലിന് 4892 ലൈക്ക്. അച്ഛാ, ഞാൻ എൻ്റെ പാവപ്പെട്ട മലിഞ്ഞ് കയറി കഷ്ടപ്പെട്ട് റീൽ ചെയ്തിട്ട് 1000 ലൈക്ക് പോലും തികച്ചില്ല അച്ഛാ, തികച്ചില്ല. അവൻ്റെ മാട്ട റീല്. അയ്യോ, ഞാൻ ഇതെങ്ങനെ സഹിക്കും? ഇവളെ കൊണ്ട് തോറ്റു അവളുടെ റീല്. എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീനൊരടിയത്. ചേച്ചി, ഇതൊക്കെ നിർത്തുന്ന വയസ്സും പ്രായമൊക്കെ ആയില്ലേ? ഞാനും ശരിക്കും പേടിച്ചു പോയി കേട്ടാ. നീ ഞാനും ഇതുപോലെ റീലെടുത്ത് വൈറലാകും. ഇപ്പോൾ ആകെ 1K ഫോളോവേഴ്സേ എനിക്കുള്ളൂ. അത് ഞാൻ 10K ആക്കും. നീ കണ്ടോ? ഹോ, എന്താണ് രാവിലെ തുടങ്ങിയോ ഈ ഗോഷ്ടി കാണിക്കുന്നത്? ഹായ് ഡാർലിംഗ്, ഞാനൊരു വൈറൽ റീൽ പ്ലാൻ ചെയ്യുകയാണ്. എന്നെ കൊന്നത് പോരെ, ഇനി നാട്ടുകാരെ കൂടെ കൊല്ലണോ? ഒന്ന് പോ മനുഷ്യ. കലാബോധം തൊട്ട് തീണ്ടിട്ടില്ലാത്ത ഒന്നിനെയാണല്ലോ ഈശ്വരാ എനിക്ക് നീ തന്നത്. നിനക്ക് ഇങ്ങനെ കലാബോധം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നുമില്ല. ദേ, അതെ, ഒന്ന് നോക്കുന്നേ. ഒരു വീഡിയോ എടുത്തു തരൂ പ്ലീസ്. എന്റെ പൊന്നോ, ഞാനില്ല, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ നോക്കിക്കോ,
ഓരോരുത്തർ എൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എൻ്റെ പുറകെ നടക്കുന്നൊരു കാലം വരും. കാണാം. എന്നാലും എന്ത് ചെയ്താൽ നമുക്ക് ഇത്രയും ലൈക്ക് കിട്ടും? കഴിഞ്ഞ ദിവസം പാറപ്പുറത്ത് കയറി റീൽസ് എടുത്ത് മറിഞ്ഞു വീണതിന് ശേഷം ഡാൻസ് പറ്റുന്നില്ല. പിന്നെ പാട്ട് വേണ്ട വേണ്ട. കുഞ്ഞമ്മേരെ മോൻ ദീപു എങ്ങാനും ആ പാട്ട് കേട്ടാലുണ്ടല്ലോ വലിയ പാട്ടുകാരനെന്നാ വിചാരം. ടെമ്പോ പോയി, ഓട്ടോ പോയി, പിന്നെ അതിൻ്റെ പുറകെ നടക്കണം. പാട്ട് വേണ്ട, പാടുവിടും. ഇരുമ്പേ തകരേ പ്ലാസ്റ്റിക്കേ ബുക്ക് പേപ്പർ, ഇരുമ്പേ തകരേ പ്ലാസ്റ്റിക്കേ ബുക്ക് പേപ്പർ കൊടുക്കാറുണ്ടോ? പഴയ പാട്ട പാത്രവും കുപ്പി പേപ്പർ കൊടുക്കാനുണ്ടോ? സെറ്റാ സെച്ചി, പഴയ പാട്ട പാത്രം കുപ്പി പേപ്പർ കൊടുക്കാനുണ്ടോ? ഹേ സെച്ചി, പഴയ കച്ചറ സാധനങ്ങൾ കൊടുക്കാനുണ്ടോ? നല്ല വില തരാം. ഒന്ന് പോടയുടെ ഇവനെ വെച്ച് റീൽസ് എടുത്താലോ? കയറി വാ, പഴയ സാധനങ്ങളുണ്ട്. പഴയ പാട്ട പാത്രം കുപ്പി പേപ്പർ കൊടുക്കാനുണ്ടോ? ഒന്ന് നിർത്തടേ നിന്റെ മുദ്രാവാക്യം. ദാ ഈ പഴയ ന്യൂസ് പേപ്പർ എടുത്തോ. പിന്നെ ഒരു സഹായം വേണം. ആ സച്ചി പറഞ്ഞോ. ജാനു, പഴയ പാത്രവും പഴയ പത്രങ്ങളും ഒക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇവന് കൊടുക്കാം നമുക്ക്. ഓ ഇതാ വരണേ. ജാനു, നീ ഇനി വന്നേ. ഇപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഇയാൾ ഇതിനകത്തോട്ട് വരുമ്പോഴേ നീ അയാൾ അറിയാതെ കുറച്ച് ഫോട്ടോസ് അങ്ങ് എടുത്തോ. ഞാനൊരു ചെറിയ നമ്പർ ഇടുന്നുണ്ട്. अरे भाई, ഈ ടി വി ഇതർ സേ അവിടെ മാറ്റി വെക്കാനായിട്ട് മുझे സഹായം ഹേ സഹായിക്കും. ഹാ ഹും. പിന്നെന്താ സച്ചി, സഹായിക്കാലോ. നിർധനനായ യുവാവിന് ടി വി നൽകി പ്രശസ്ത വ്ലോഗർ സുലോചന KP മാതൃകയായി. ജാനു, ആ AC കൂടി കൊടുക്കുന്ന ഒരു ഫോട്ടോ എടുത്താലോ? എന്തൊരു ചേച്ചി, ചേച്ചിയുടെ ഒരു കാര്യം. അയാളത് അറിഞ്ഞ പ്രശ്നമാകുക. അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും. ഓ, പഴഞ്ചൊല്ല് വണ്ടി വന്നല്ല. എടി, ഗുരുത്വം വേണം, ഗുരുത്വം. ഓ, വേദാന്ത പ്രഭാഷണം തുടങ്ങി. സച്ചി, ഇനി പഴയ സാധനം ഒന്നുമില്ലേ? ഇനി 10-60 വർഷം പഴക്കമുള്ള ഒരു പുരാവസ്തു ഉണ്ട്. എടുക്കുവോ? ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ദാ സച്ചി 100 രൂപ. നാം പോട്ടെ, എന്നാ വിട്. ഒന്ന് ഫേമസ് ആവാൻ എന്താ ചെയ്യുക? കിട്ടി, ഒരു ഐഡിയ കിട്ടി. ഇത് ഞാൻ തകർക്കും, പൊളിക്കും, തിമിർക്കും. എന്ത് ഐഡിയ കിട്ടിയെന്ന് സ്ക്രിപ്റ്റിലില്ലാത്തത് പറഞ്ഞ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ട് എന്ത് ഐഡിയ കിട്ടിയെന്നായി പറയണേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള കിട്ടി. ഫാദർ പറഞ്ഞിട്ടുണ്ട് എല്ലാ ടീച്ചർമാരെയും സ്റ്റേജിൽ കയറ്റണമെന്ന്. എല്ലാവരെയും സ്റ്റേജിൽ കയറ്റണം. 1 മണിക്കൂർ കൊണ്ട് പരിപാടി തീർക്കുകയും വേണം. നടന്നത് തന്നെ. നമ്മുടെ പിള്ളേരായതുകൊണ്ട് കുഴപ്പമില്ല. 2000 രൂപ വാടക, 3 അറ്റാച്ച്ഡ് ബാത്റൂം, ലിവിംഗ് റൂം, കാർ പോർച്ച്. ശരിയാക്കാം, ഇപ്പൊ ശരിയാക്കാം.
എക്സ്ക്യൂസ് മീ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരനെ മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. സൂരജ് സാറേ, കിട്ടുമോ? കിട്ടൂലേ? കിട്ടണമല്ലോ, കിട്ടുമായിരിക്കും. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ആ, ഒരു ഐഡിയ കിട്ടി. ഓക്കെ, ശേഷം സ്റ്റേജിൽ. എന്തിനാ ചേച്ചി അത്യാവശ്യമായിട്ട് ഞങ്ങളെ വിളിപ്പിച്ചേ? ഓ, പെട്ടെന്ന് വിളിച്ചപ്പോഴേ ഞങ്ങളങ്ങ് പേടിച്ചു പോയി. അച്ഛനെന്തെങ്കിലും? ഓ, അച്ഛൻ്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധ. അതെന്താടി കല്ല് വെച്ചൊരു വർത്താനം? അല്ല, പറയുമായിരുന്നു. കഴിഞ്ഞ മാസം അവിടെ കൊണ്ട് നിർത്തിയിട്ട് 5-ന്റെ ഒന്ന് തിരിച്ചു കൊണ്ട് വിട്ടല്ലോ. കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. അതെ, നിങ്ങൾ ഇവിടെ കിടന്ന് അടികൂടാനാണോ വന്നത്? വിളിച്ചതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാം. വാ, ഇവിടെ ഇരി. ജാനു, എനിക്കൊരു ബൂസ്റ്റും ബാക്കിയുള്ളവർക്ക് കട്ടൻ ചായ. നമ്മൾ അച്ഛനെ അവഗണിക്കുന്നൊരു തോന്നൽ അച്ഛനും അതുപോലെ നാട്ടുകാർക്കും ഉണ്ടോ എന്നൊരു സംശയം. അങ്ങനൊരു സംശയം എനിക്കും ഇല്ലാതില്ല. നീ പറ, നിനക്ക് എന്തിപ്പം അങ്ങനെ തോന്നാൻ? അച്ഛനെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ നമുക്ക് അച്ഛൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചാലോ? അത് നല്ല ഐഡിയ ആണ്. ആ, നല്ലൊരു സദ്യ അടിക്കാം. അതിനെ അച്ഛൻ 58 വയസ്സായതല്ലേ ഉള്ളൂ. ഷഷ്ടിപൂർത്തിക്ക് 60 വയസ്സാകണ്ടേ? അത് നമുക്കല്ലേ അറിയൂ ചേട്ടാ. ചേച്ചി പറ. അതാണ്, നമുക്ക് നാട്ടാരെയും വീട്ടാരെയും വിളിച്ച് ഒരു ഗംഭീര പാർട്ടി നടത്താം. എടി, ഇത് ഒത്തിരി ചെലവുള്ള കാര്യമല്ലേ? ഞങ്ങളില്ല കേട്ടോ. എൻ്റെ പൊന്നു ചേച്ചി, പണം എറിഞ്ഞു വേണം പണം വരാൻ. അച്ഛനെ സന്തോഷിപ്പിച്ചാലേ ഈ സ്വത്തെല്ലാം നമുക്ക് കിട്ടും. എനിക്ക് ആ സമയം റീൽസ് എടുത്ത് ഇൻസ്റ്റയിൽ നിറഞ്ഞു നിൽക്കണം. എങ്കിൽ പിന്നെ ആഘോഷിക്കാം. അതൊന്നും വേണ്ട. അച്ഛനോട് ഇല്ലാത്ത സ്നേഹം അഭിനയിക്കാൻ എന്നെ കിട്ടില്ല. ഓ, എൻ്റെ ചേട്ടാ, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ബോസിനെ വീട്ടിലേക്ക് ക്ഷണിക്കണം, നല്ലൊരു ട്രീറ്റ് കൊടുക്കണം, പ്രമോഷൻ നമുക്ക് അടിച്ചെടുക്കണ്ടേ? തങ്കക്കുട്ട, അതൊക്കെ കൂടി ഈ ചെലവിലങ്ങ് നടക്കുമെന്നേ. ആ, അത് കൊള്ളാം. എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ. എൻ്റെ അമ്മോ, ഞാനായിട്ട് ഇതിലൊന്നും വേണ്ട. കുട്ടാ, അതെ, എന്താ നമ്മൾ മാത്രം തീരുമാനിച്ചോ കുഴപ്പം? ഇല്ല, വേണമെന്നില്ല. നീ പറഞ്ഞതാ ശരി. മാമി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. മാമിയാ? ഏത് മാമി? ഓ, നമ്മുടെ നരോട്ടിലെ മാമി ഉള്ള എന്നെ. അത് ചേച്ചി എന്നെ വിളിച്ചു പറ. ഞാൻ തന്നെ വിളിക്കണം? അല്ലെങ്കിൽ വിളിക്കാം. നില്ല, വിളിക്കണ്ട. ദേ വരുന്നു മാമി. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്ത് വിശേഷം? വിശേഷം പറയാന്ന് കരുതി മാമിയെ വിളിക്കാൻ ഫോൺ എടുത്തതേ ഉള്ളൂ. വിശേഷമുണ്ട് മാമി. അച്ഛൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു. ഷഷ്ടി പൂർത്തിയാ? എൻ്റെ ചേട്ടൻ 58 വയസ്സേ ആയിട്ടുള്ളൂ. അതെ, അച്ഛൻ 60 വയസ്സാവാൻ കാത്തിരുന്ന ആ സമയത്ത് മാമിയുണ്ടോന്ന് ആർക്കറിയാം? ഒന്ന് പോ ചേച്ചി. അതെ, അച്ഛൻ ആകെ ഒരു സന്തോഷക്കുറവുണ്ട് മാമി. എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞാൽ അച്ഛൻ അങ്ങ് ഹാപ്പി ആവുമല്ലോ. അതുകൊണ്ട് നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ച് നമുക്കങ്ങ് ആഘോഷിക്കാം. മാമി അങ്ങ് സമ്മതിക്കും. എൻ്റെ പൊന്നു മാമിയല്ലേ. എൻ്റെ ചേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനങ്ങ് സമ്മതിക്കാം. അല്ലാതെ നിന്നെയൊന്നും കണ്ടിട്ടല്ല. ഞാൻ എൻ്റെ ചേട്ടനെ ഒന്ന് കാണട്ടെ. നമുക്ക് ബന്ധുക്കളെയൊക്കെ വിളിച്ചറിയിക്കണ്ടേ? പിന്നല്ലാതെ എല്ലാവരും അറിയിക്കണം.
കൊടുക്കയും കൊണ്ടാടും പണ്ടാരക്കെട്ടും വായാറിപ്പക്കത്തെ പെണ്ണും കൂടെയൊരു പൂവാലൻ പൂവത്താറാവും പൂവത്തരങ്ങിൽ എണ്ണം കൊട്ടും വിട്ടാട്ടപ്പാട്ടും പട്ടാഭിഷേകം 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 പട്ടാഭിഷേകം. ഇതെന്ത് മനുമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായി. അച്ഛാ, ഇന്ന് അച്ഛൻ്റെ ഷഷ്ടിപൂർത്തി ഞങ്ങൾ കെങ്കേമമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. കൊള്ളാം. ഈ മാർച്ചിൽ എനിക്ക് 58 വയസ്സാകത്തേ ഉള്ളൂ. എൻ്റെ 60 ആഘോഷിക്കാൻ നിനക്കെന്താണ് ഇത്ര തിടുക്കം? അച്ഛാ, എല്ലാവർക്കും ഇപ്പോഴാണെങ്കിൽ സമയമുണ്ട്. 2 കൊല്ലം കഴിഞ്ഞ് ആരൊക്കെ കാണുമെന്ന് ആർക്കറിയാം. ആ ചേട്ടാ, ദേ ബോസ് വന്ന്. എന്താ ചേട്ടാ, നിങ്ങളുടെ ബോസ് ശബരിമലയ്ക്ക് പോകാൻ മാല വല്ലതും ഇട്ടിട്ടുണ്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ദേ കറുപ്പും കറുപ്പും ഒക്കെ ഇട്ട് വരുന്നുണ്ട്. അതൊന്നുമല്ല എൻ്റെ ബോസ്, അത് ബോസിന്റെ കരിമ്പൂച്ചയാ, ബ്ലാക്ക് കാറ്റ്. ബോസിന്റെ ഫുഡ് സേഫ്റ്റിയുടെ ഭാഗമായി എനിക്ക് ചെക്ക് ചെയ്യണം. കൊള്ളാം, ശരി, ഇനി കൊടുത്തോളൂ. വേണ്ടേ? എങ്കിലും ഞാൻ കുടിച്ചോളാം. സാറിന് ബ്ലാക്ക് കാറ്റിന്റെ ഒക്കെ ആവശ്യം? ഇതേ എന്റെ കമ്പനി എന്റെ മേലിട്ടിരിക്കുന്ന CCTV ആ. നിങ്ങളുടെ ബോസിന്റെ ബ്ലാക്ക് കാറ്റ് ഇല്ലേ, അയാൾ CCTV ആണെന്നല്ലേ പറഞ്ഞു. ആ CCTVന്റെ വയറ് ഞാൻ ഇന്ന് ഇറക്കി വിടാൻ പോവാണ്. അതെങ്ങനെ? അതൊക്കെ നിങ്ങൾ കണ്ടോ? ഇനി CCTVയുടെ വയറ് ഇളകിക്കോളും. സാറ് വന്നിട്ട് തുടങ്ങാനിരുന്നതാ. മോളെ നീനു. അപ്പൂപ്പന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന ഈ ശുഭവേളയിൽ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ദീപുചേട്ടന്റെ നേതൃത്വത്തിൽ മനോഹരമായ ഒരു ഗാനത്തോടു കൂടെ നമുക്ക് തുടങ്ങാം. വെൽക്കം ഡിയർ ദീപുചേട്ടൻ ആൻഡ് പാർട്ടി.
देखो देखो क्या वो पेड़ है चादर ओढ़े या खड़ा कोई देखो देखो क्या वो पेड़ है चादर ओढ़े या खड़ा कोई बारिश या आसमान में छोड़ दिए हैं कल खुले कहीं ओ हम जैसे देखे है ऐसा ऐसी नजर अपनी कुछ सोचे आओ वक्त रखे आओ रख नहीं बिगड़ा चल 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 लगे ख्वाब बनी Gare gama basa bam 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 bole agam chik bole agmati mein dole bam bam bole masti mein dole bam bam bole masti mein to dol re bam bam bole masti mein dole bam bam bole masti mein to dol re ഉലകിതിനാരോടും തോൽക്കാവീരൻ കരടിതിരമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ താഴൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാതല്ലേ ചണ്ണീരും പാലാരും പോരട്ടം
നീലാ കുളിരിലുലാവും നെയ്യാമ്പൽ പൊങ്കലമായി നിഴലങ്ങൾ കണ്ടുറക്കെ കാവനുണർന്നല്ലോ. மின்னலை பிடித்து மேகத்தை துளைத்து பெண்ணென்று படைத்து வீதியில் விட்டு விட்டார். இப்படி இன்னொரு பெண்மையை படைக்க தன்னிடம் கற்பனை தீர்ந்தனை எண்ணத்தான் பிரம்மனும் மூச்சையுற்றார். அவளின் ஆசைக்குள் நுழைந்த காற்று உயிரை தளவி தீர்ந்தும் போது மூச்சம் அடைந்து ராகங்கள் ஆகின்றதே. அவளை நனைத்து மார்பு கடந்து இறங்கும் பொழுது முக்தி அடைந்து முத்துக்கள் ஆகின்றதே. மின்னலை பிடித்து மேகத்தை கொடுத்து பெண்ணென்று படைத்து வீதியில் விட்டு விட்டார். மருதாணி தோட்டத்துக்கே அட மருதாணி चाहो तेरा तेरा इव वारा वारा மஞ்சள் குங்குமம் தாலி சிறப்பு பெண்களுக்கெல்லாம் இன்னொரு பொறுப்பு. ചന്ദ്രനിൽ ഒരു പാതി ഹിന്ദിരനിൽ ഒരു പാതി സുന്ദരനെ എൻ ജോഡിയാകെന്ന മധുരയ്ക്ക് പോവാതടി അങ്ക മല്ലിപ്പൂ കണ്ണതോ. മധുരയ്ക്ക് പോകാൻ எண்ணமே உன்னால புழுது தன்னால கண்ணமே கண்ணால வெந்து செவந்து புண்ணாக ஏதோ நானும் வளர கொஞ்சம் காலம் வளர உள்ளவே வளர தேடியே நெஞ்சம் கூட்டி வச்சுட்டு தொடச்சிட்டமா தச்சி சேரனிக்குது கண்ணடைக்குது பொண்ணடைக்கிடமா நிற்குது வந்தெடுத்துக்கோமா. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. കൈമ
യൂസ് ചെയ്യാത്തോണ്ടേ. അമ്മാനെ കളിച്ചത് മതി, അയച്ചു കളഞ്ഞിട്ട് സാർ, അങ്ങയുടെ ഷഷ്ടി പൂർത്തിയാണ് ആഘോഷിക്കപ്പെടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരിക്കൽ പോലും മിസ്സസ് സാജൻ സാറിന്റെ മകനാണെന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നീണ്ട 15 വർഷം. മിസ്റ്റർ ജേക്കബ്, ഞാൻ BRS എടുത്തിട്ട് ഇന്ന് 15 വർഷം തികയുകയാണ്. അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങ് BRS എടുത്ത ശേഷം ചില പേപ്പർ വർക്കുകൾക്കായി മാത്രമേ ഓഫീസിൽ വന്നിട്ടുള്ളൂ. മൊബൈലൊന്നും ഉപയോഗിക്കുന്ന ശീലം അങ്ങേക്കില്ലായിരുന്നുവല്ലോ. അതുകൊണ്ട് ഒന്ന് വിളിക്കാനും കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ മുസ്തഫയോട് ഒരിക്കൽ ഞാൻ സാറിന്റെ വിശേഷം ചോദിച്ചിരുന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഭാര്യയുടെ മരണശേഷം ഇങ്ങോട്ട് മാറി. അവളുടെ ട്രീറ്റ്മെൻറ്റും ഇവരുടെ പഠനവുമെല്ലാമായി കാലം കടന്നുപോയി. ദൈവഹിതം പോലെ സാജൻ അവിടെ തന്നെ കൂടിയാണ്. പക്ഷേ എൻ്റെ സുഭദ്ര, അവളെ എനിക്ക് നഷ്ടമാണ്. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്തതേ, നമ്മൾ രണ്ടുപേരും ഒരേ വർഷം ഒരേ ദിവസം ജനിച്ചവരല്ലേ? എനിക്ക് 58 വയസ്സുള്ളൂ. അപ്പോൾ സാറിനും 58 ആകാവൂ. പിന്നെ എങ്ങനെ ഷഷ്ടിപൂർത്തി? ഭക്ഷണം റെഡിയായി, നമുക്ക് കഴിച്ചാലോ? അതെ അതെ, ഇങ്ങോട്ട് എടുക്കട്ടെ, അതോ അങ്ങോട്ട് ഇരുന്നാലോ? അമ്മ, എന്റെ വീഡിയോ വൈറലായി. 10,000 ലൈക്കും 20,000 വ്യൂസും കഴിഞ്ഞു. അവൻ എൻ്റെ കഴിവാ കിട്ടിയിരിക്കുന്നത്. ഞാൻ റീലെടുക്കുന്നത് കണ്ട് പഠിച്ചതാ എൻ്റെ മോൻ. എനിക്കറിയാത്ത പലതും അവനറിയാം. എൻ്റെ ചക്കര കുട്ടൻ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും അവൻ്റെ കയ്യിൽ മൊബൈലാണ്. നോക്കട്ടെ അവനെ, ബോസിനെ കൂടി ഒന്ന് കാണിച്ചേ. നമ്മൾ അച്ഛനെ അവഗണിക്കുന്നൊരു തോന്നൽ അച്ഛനും അതുപോലെ നാട്ടുകാർക്കും ഉണ്ടോ എന്നൊരു സംശയം. അങ്ങനൊരു സംശയം എനിക്കും ഇല്ലാതില്ല. നീ പറ, നിനക്ക് എന്തിപ്പം അങ്ങനെ തോന്നാൻ? അച്ഛനെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ നമുക്ക് അച്ഛൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചാലോ? നമുക്ക് നാട്ടാരെയും വീട്ടാരെയും വിളിച്ച് ഒരു ഗംഭീര പാർട്ടി നടത്താം. എടീ, ഇത് ഒത്തിരി ചെലവുള്ള കാര്യമല്ലേ? ഞങ്ങളില്ല കേട്ടോ. എൻ്റെ പൊന്നു ചേച്ചി, പണം എറിഞ്ഞു വേണം പണം വരാൻ. അച്ഛനെ സന്തോഷിപ്പിച്ചാലേ ഈ സ്വത്തെല്ലാം നമുക്ക് കിട്ടും. അതൊന്നും വേണ്ട, അച്ഛനോട് ഇല്ലാത്ത സ്നേഹം അഭിനയിക്കാൻ എന്നെ കിട്ടും. ഓ എൻ്റെ ചേട്ടാ, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ബോസിനെ വീട്ടിലേക്ക് ക്ഷണിക്കണം, നല്ലൊരു ട്രീറ്റ് കൊടുക്കണം, പ്രമോഷൻ നമുക്ക് അടിച്ചെടുക്കണ്ടേ? തങ്കക്കുട്ട, അതൊക്കെ കൂടി ഈ ചെലവിനങ്ങ് നടക്കുമെന്നേ. ആ, അത് കൊള്ളാം. എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ. എൻ്റെ അമ്മോ, ഞാനായിട്ട് അതിലൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് കാണിക്കുന്ന സ്നേഹം കപടമാണെന്ന് എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു. എല്ലാം ഒരു തരം അഭിനയം. നിങ്ങളറിയാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാൻ ഇന്നിരിക്കുന്ന ഈ സ്ഥാനത്ത് ഇരിക്കേണ്ടത് ഇദ്ദേഹമായിരുന്നു. സാജ, താങ്കളുടെ അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് സാറിന് BRS എടുക്കേണ്ടി വന്നത്. ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഈ ത്യാഗം അദ്ദേഹം ചെയ്തത്. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം, കഴിഞ്ഞതെല്ലാം മറക്കണം. എന്നോടും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഘട്ടമാണ് വാർദ്ധക്യം. ഒരു കുഞ്ഞിനോടെന്ന പോലെ വാത്സല്യത്തോടെ പരിചരിക്കേണ്ട ഒരവസ്ഥ. മിസ്റ്റർ സാജൻ, നിങ്ങൾക്കും നാളെ വയസ്സാകും. വാർദ്ധക്യം ചില്ലുപാത്രം പോലെയാണ്. താഴെ വീഴാതെ നോക്കണം, പോറൽ വീഴാതെ വളരെ കെയറായി ഹാൻഡിൽ ചെയ്യണം. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മക്കൾക്കായി മാറ്റിവെച്ച് പലതും ത്യജിച്ച് നിൽക്കപ്പെടുന്ന ഒരവസ്ഥ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര വേദനാജനകമാണ് അതെന്ന്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകുക. അച്ഛനും അമ്മയും കാണപ്പെട്ട ദൈവമാണ്. പഴയ പാട്ട, പാത്രം, കുപ്പി, പേപ്പർ കൊടുക്കാനുണ്ടോ? ഇവിടെയുള്ള പഴയതെല്ലാം പൊന്ന്, താനി തങ്കം. ഇതൊന്നും അങ്ങനെ വലിച്ചെറിയാനുള്ളതല്ലടാ.
അച്ഛാ ഒരു സെൽഫി, ഇത് ശരിക്കും വൈറലാണ്. അയ്യോ ഫോട്ടോ എടുക്കല്ലേ, കുറച്ച് അർജന്റാ, ഞാനിപ്പോ വരാം. ഓ അതിപ്പോഴൊന്നും വരത്തില്ല, നമുക്കെടുക്കാം. Engagement. Please give a loud round of applause to all the staff members who set the stage on fire. Special applause to including Joyce sir and Beatrice aunty. Could you all identify your own teachers? Were you happy? We were taken to a different world, isn't it? Special congratulations to the behind-scene teachers. Apart from all the teachers, behind the scenes, Suraj sir, Kirti ma'am and Anil sir. Congratulations to all the teachers and thank you for that wonderful performance.